സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരോട് ഒരല്പകാര്യം. പലപ്പോഴും കൂട്ടുണ്ട്, കുടുംബമുണ്ട്, മാതാപിതാക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പക്ഷേ എന്നാലും താൻ വ്യക്തിജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ, തൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോയവനെ പോലെ, തനിക്ക് എവിടെയും ഒരു വാല്യൂ ഇല്ലാത്ത പോലെ, ഒരു വിലയില്ലാത്ത പോലെ, ഒരു വിലയും നിലയുമില്ല. താനൊരു മെസ്സേജ് അയച്ചാൽ പോലും ഒരു റീപ്ലൈ തരുന്നില്ല. അല്ലെങ്കിൽ കുടുംബ ഗ്രൂപ്പുകളിൽ പോലും ഒരു മെസ്സേജ് ഇട്ടാൽ പോലും അതിന് വേണ്ടുന്ന ഒരു പരിഗണന നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ചെയ്ത വലിയൊരു പ്രവർത്തിക്ക് പോലും വലിയൊരു അംഗീകാരം നിങ്ങൾ ആഗ്രഹിച്ചത്ര അംഗീകാരം കിട്ടുന്നില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി അല്ലെങ്കിൽ വാഹനമുണ്ടാക്കി, എന്നാലും ഒരു വാല്യൂ നിങ്ങൾക്ക് കുടുംബത്തിലോ വീടുകളിലോ സുഹൃത്തുക്കൾക്കിടയിലോ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയവനെ പോലെ ഉള്ള ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ പോയിൻറ്റ്, ഒരു 5 പോയിൻറ്റുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ പോയിൻറ്റ്, ഒറ്റപ്പെടൽ. സ്വയം തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഒറ്റപ്പെടുക എന്നതാണ്. ആരുണ്ട് എനിക്ക്? ഇപ്പോൾ നല്ലൊരു അസുഖമായി ഒരു കാലൊക്കെ പൊളിഞ്ഞ് കടപ്പത്തിലായ ആളുകളെ നോക്കുക നിങ്ങൾ. അപ്പോഴാണ് അവർ മനസ്സിലാകുക ആരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ. ഒരു ഫിനാൻഷ്യൽ വലിയൊരു ഇഷ്യൂ വന്നു, അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാകുക ആരാ എന്നെ സഹായിക്കുന്നവൻ, ആരാ എന്നെ ദ്രോഹിക്കുന്നവൻ, ആരാ കുത്തുവാക്ക് പറയുന്നവൻ, ആരാ നമ്മളെ അപഹസിക്കുന്നവൻ, കളിയാക്കുന്നവൻ എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമ്മളൊരു 10 ദിവസം റെസ്റ്റ് എടുത്ത് വീട്ടിൽ കിടക്കേണ്ടി വരും. അതേപോലെ ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരു കാലൊക്കെ ഒരു ചെറിയൊരു ഇതൊക്കെ വന്ന് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതേപോലെ ഒറ്റയ്ക്ക് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു വലിയൊരു അവസരം കൂടിയാണിത്. ഒറ്റയ്ക്ക് നമ്മൾ ചിന്തിക്കുക. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ചിന്തിക്കുക, എന്തൊരു അച്ചീവ്മെൻറ്റാണ് നീ നടത്തേണ്ടത്. നീ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, ഈ ജീവിതം ഇഷ്ടപ്പെടുന്നില്ല, ഈ ഒരു ഇത് ഇഷ്ടപ്പെടുന്നില്ല, ഈ ഭാര്യ, മക്കൾ, കുടുംബം, ഈ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ ജീവിക്കുന്നു, ഈ സർക്കിളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജോലിയുണ്ട്, ജോലിയുണ്ട്, കുടുംബമുണ്ട്, പോകുന്നുണ്ട്, ഇങ്ങനെ കൂട്ടുകാരുണ്ട്, ഉണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പോരാ. നീ ഒരു വിചാരിച്ചിടത്തേക്ക് നിൻ്റെ ലൈഫ് എത്തിയില്ലെങ്കിൽ, നിങ്ങൾ ചിന്തിക്കണം, ആ എത്താനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തിയോ? പുതിയൊരു ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകണമെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ വെറുതെ ഒരു വഴിത്തിരിവ് ഉണ്ടാവില്ല. റീറൈറ്റ് യുവർ സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഥ നിങ്ങൾ മാറ്റി എഴുതണമെങ്കിൽ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഒരു സ്ഥാനത്താണുള്ളത്, ആ സ്ഥാനത്ത് നിന്ന് വേറെ വലിയ സ്ഥാനത്തേക്ക് എത്തണം എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ വെറുതെ നമ്മൾ എത്തില്ല ഒരിക്കലും. അതേപോലെ നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കേണ്ടത് മറ്റുള്ളവരല്ല ഒരിക്കലും. നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ നിശ്ചയിക്കേണ്ടതാരാ? നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. ഞാൻ സൂപ്പറാണ്, ഞാൻ പറഞ്ഞാൽ അതാ സൂപ്പർ. അല്ലാതെ 10 ആളുകൾ പറയണമെങ്കിൽ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ അറിയണമെങ്കിൽ ചുറ്റുപാടിലേക്ക് ഒന്ന് കണ്ണോടിക്കണം. കുറച്ചും കൂടി ഉയർന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണം. കുറച്ചും കൂടി ഒന്ന് നമ്മൾ പ്രിപ്പയർ ആകണം. കുറച്ചും കൂടി നമ്മൾ ആ സ്ഥാനത്തേക്ക് എത്തണം. ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് വരുന്നത്? നമ്മൾ സ്ട്രോങ് ആക്കാൻ, ഈ പ്രകൃതി നമുക്ക് നൽകുന്നതിന് നമ്മൾ സ്ട്രോങ് ആക്കാൻ, കുറച്ചും കൂടി ശക്തനായ ഒരു മനുഷ്യനാക്കാൻ. അല്ലെങ്കിൽ വലിയൊരു വിജയം നിനക്ക് തരാണ്ട്, അതിന് മുന്നോടിയായുള്ള ഒരു ചെറിയ പരീക്ഷണം മാത്രം. അങ്ങനെ നമ്മളതിനെ ഓരോന്നിനെയും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങൾ, നിങ്ങൾ പുതിയൊരു മനുഷ്യനാകണമെങ്കിൽ ഇപ്പോൾ പുതിയൊരു വാഹനം വാങ്ങണം, പുതിയൊരു സിറ്റുവേഷൻ ഉണ്ടാകണം, പുതിയൊരു ജോലി വേണം. ഇപ്പോൾ ഉള്ളൊരു അന്തരീക്ഷം പോരെങ്കിൽ അത് മാറാൻ വേണ്ടി പെട്ടെന്ന് ആൾ പോയി മാറാൻ നമുക്ക് സാധ്യമല്ല. ഇപ്പോൾ ഉള്ള ജോലി ഉപേക്ഷിച്ച് പോയി വരുന്നുണ്ടോ? ചില ആൾ ഈ അടുത്ത കാലത്ത് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇവിടുന്ന് ഇപ്പോൾ നല്ല കമ്പനി, നല്ല ജോലി, 10,900 ശമ്പളത്തിൽ ജോലിയാണ്. പക്ഷേ അത് മാറിയാലും 2-3 സ്ഥലത്തെ വിളിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങോട്ട് വാ. അപ്പോൾ ആ ഒരു ഇത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ആളുകളുടെ ബന്ധം, സംസാരം, ഇടപഴകൽ, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ, അങ്ങനെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചതായത്. അതേപോലെ നമ്മൾ ഓരോന്നും സെറ്റാക്കി വെക്കണം. ഒരു 6 മാസം കൊണ്ട് നമ്മൾ മാറണമെങ്കിൽ അത് മാറാനുള്ള പ്ലാനുകൾ നമ്മൾ ചെയ്യണം. പുതിയ വീട് വെക്കുന്നതുമായി വാഹനം വെക്കുന്നതുമായി എത്ര പ്ലാനുകൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് സക്സസ്? ആ പ്ലാനിന് വേണ്ടി എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നതാണ് അവിടെ കാര്യം. അതേപോലെ ഒരു വജ്രത്തിൻ്റെ ഉദാഹരണം പറയാറുണ്ട്. വജ്രം ഒരു കാട്ടിൽ ഉപേക്ഷിച്ചു. നല്ലൊരു വജ്രം, വില കൂടിയ വാല്യൂ ഉള്ള ഒരു വജ്രം ഒരു കാട്ടിലാണ് കൊണ്ടിട്ടില്ല. അതുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ആർക്കും അറിയില്ല ഒരു വജ്രമില്ല പോലും. അതുപോലെയാണ് ചിലപ്പോൾ നമ്മുടെ അവസ്ഥയും, നമ്മുടെ വാല്യൂ. നമ്മൾ ഉള്ള സ്ഥലം അവിടെ നിന്ന് മാറി പിടിക്കേണ്ടി വരും. അതേപോലെ കുറച്ച് സമയമെടുക്കും എല്ലാത്തിനും. പെട്ടെന്നൊരു സുപ്രഭാതം കൊണ്ടെല്ലാം നേടിയെടുക്കാം. സിനിമ കാണുന്നത് പോലെ, ഒരു സീരിയൽ കാണുന്ന പോലെ, ടെലിഫിലിമുകൾ കാണുന്ന പോലെ പെട്ടെന്ന് എല്ലാം സുപ്രഭാതത്തിലുണ്ടാകും? ഒരിക്കലുമല്ല. ഇപ്പോൾ ഒരു മരം വളരുന്നത് നിങ്ങൾ നോക്കൂ. എത്ര കഷ്ടപ്പെട്ട് എത്ര സമയം എടുത്തിട്ട് ഒരു വിത്ത് നമ്മൾ മണ്ണിൽ പൂഴ്ത്തി വെച്ചു. എത്ര സമയം കൊണ്ടാണ് വളർന്നു വരുന്നത്. ആ ഇരുട്ടിൻ്റെയും തണുപ്പിനെയും ചൂടിനെയും എല്ലാം തരണം ചെയ്തുകൊണ്ട് വേണം ആ ചെടി വളരാൻ. പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങൾ നോക്കൂ. ഒരു മരമായി മാറുന്നത്. ചില മരങ്ങൾ 6 വർഷം കൊണ്ടാണ് ഇത്ര വലുതാണ്. 6 വർഷം ഒരു നിശ്ചിത അളവിൽ വളരാൻ, പിന്നെ അതങ്ങോട്ട് വളർന്നോളൂ. പിന്നെ പെട്ടെന്നായിരിക്കും അതിൻ്റെ വളർച്ച. അതുപോലെ ചില ചെടികൾ, ചില തേങ്ങ തരുന്ന എത്ര വർഷം കൊണ്ടാണ്. ചില കഴുങ്ങുകൾ 6 മാസം ആകുമ്പോൾ കായ്ക്കുന്ന കഴുങ്ങുകളുണ്ട്. എന്നാലും ഒരു 6 മാസം വേണം. പ്രകൃതിയിലെ പ്രതിഭാസം പോലും നോക്കൂ. ഒരു മരം വലിയൊരു മരമാകണമെങ്കിൽ എത്ര ദിവസങ്ങൾ, എത്ര വർഷങ്ങളെടുക്കും. അതുപോലെ ഒരു ദിവസം കൊണ്ടോ ഒരു സുപ്രഭാതം കൊണ്ടോ നമുക്കൊരു മാറ്റം പെട്ടെന്നുണ്ടാവില്ല. സമയമെടുക്കും. അതിനുവേണ്ടി പ്രിപ്പയറിങ് ചെയ്യണം. പുതിയ കാര്യങ്ങൾ പഠിക്കണം, വായിക്കണം, കേൾക്കണം, മനസ്സിലാക്കണം. അങ്ങനെ നല്ല നല്ല പ്രിപ്പയറിങ്ങിലൂടെ മാത്രമേ നല്ലൊരു മനുഷ്യനും നല്ലൊരു വ്യക്തിത്വവും നല്ലൊരു സക്സസ്സും ഉണ്ടാക്കാൻ സാധിക്കൂ. അതുപോലെ
ഈ സമയവും കടന്നു പോകും. ഈ പ്രതിസന്ധിയും പ്രയാസവും ദുഃഖവും ദുരിതവും സങ്കടവും ഒറ്റപ്പെടലും എല്ലാം കടന്നുപോയി നല്ലൊരു അന്തരീക്ഷം നിങ്ങൾ വരണമെങ്കിൽ ഈ സമയം കടന്നു പോകണമെങ്കിൽ കുറച്ചല്പം കാത്തിരിക്കണം. ഈ സമയം കടന്നു പോകും. നല്ലൊരു സമയം വരും. നല്ലൊരു പ്രതീക്ഷ, ശുഭപ്രതീക്ഷ എപ്പോഴും നമുക്കുണ്ടാകണം. അതുപോലെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, ആ ജോലി ചില ആളുകൾ കാണാം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ജോലി. ഈ ജോലിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതല്ല പഠിക്കാൻ ഉദ്ദേശിച്ചത്. എൻ്റെ മാതാപിതാക്കൾക്ക് വാങ്ങി അവരുടെ നിർബന്ധത്തിന് വാങ്ങിയാണ് ഇത് പഠിച്ചത്, അവരുടെ നിർബന്ധത്തിന് വാങ്ങിയാണ് ഈ ജോലി ഞാൻ തിരഞ്ഞെടുത്തതെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇനി മാറ്റി എഴുതാം. ഒരു പ്രായം കഴിഞ്ഞാൽ ആളുകൾ മാതാപിതാക്കൾ ചോദിക്കും, നീ ഈ പണിക്കോ ആ പണിക്കോ എന്ന് ചോദിക്കില്ല. അപ്പോൾ അവിടെ ഇനി അവരങ്ങനെ പണ്ടങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നതിൻ്റെ പേരിൽ നമ്മൾ അങ്ങനെ ആകണമെന്നില്ല. നമ്മൾ മാറ്റി എഴുതുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങുക.